അതയാളാ എന്നെ തട്ടിക്കൊണ്ടുവരാൻ കൊട്ടേഷൻ കൊടുത്തത്. ഒന്ന് പറയണമായിരുന്നു, ഞാനാ രക്ഷിച്ചെന്ന്. എന്തിന്? വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലല്ലോ. ഇനി മേലാൽ എന്റെ ദൈവമേ. അങ്ങനെ എനിക്ക് ഇവിടെ വിട്ടുപോകാൻ പറ്റുമോ? വന്ദന എന്റെ പെണ്ണ, എന്റെ പെണ്ണ. അവളെ ഞാൻ സ്വന്തമാക്കും. ഇപ്പൊ പ്രകാശങ്ങളെ കുറിച്ച് എന്തു തോന്നുന്നു? അങ്കിൾ പിശുക്കനാണോ? അങ്കിള് പിശുക്കനല്ല, നല്ല സ്നേഹമുള്ള അങ്കിളാന്ന് ഇപ്പഴാ മനസ്സിലായ. ഇത് മോൾക്ക് മനസ്സിലായിട്ട് കാര്യമില്ല. സമയം കിട്ടുമ്പോ ബാക്കിയുള്ളവർക്ക് കൂടി മോള് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോ അങ്കിള് ഇതുപോലെ ഇനിയും സമ്മാനങ്ങൾ വാങ്ങിത്തരും. കേട്ടാ? വാ വാ വാ. എടാ പ്രകാശ, നീ കുഞ്ഞിനെ കൊണ്ട് എവിടെ പോയതാ? സിറ്റിയിലേക്ക് പോയി. സിറ്റിയിലേക്കോ? ആ, ദിയ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവളുടെ ഫേവറേറ്റ് മധുരപലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും വാങ്ങിയിട്ടുണ്ട്. അല്ലടി? ഇന്ന് കാക്ക മലർന്നു പറക്കുമല്ലോ എന്റെ സുചിത്രേ. കാക്ക മലർന്നു പറക്കും, സൂര്യൻ പടിഞ്ഞാറുദിക്കും, പുഴയിലെ വെള്ളം താഴേന്ന് മേലെ കൊഴുകയും ചെയ്യും. അത്രയ്ക്കൊരു മഹാത്ഭുതമല്ലേ നടന്നിരിക്കുന്നേ? കളിയാക്കാതടി എന്റെ ഭാര്യയെ. മനുഷ്യന്റെ പിശുക്ക് മാറ്റി 10 ചക്രം മുടക്കാൻ നീ സമ്മതിക്കില്ലേ? അമ്മേ, അമ്മ വന്ദനയോട് എന്താ വാങ്ങാൻ പറഞ്ഞേ? 100 ഗ്രാമിന്റെ സോപ്പ് പൊടിയല്ലേ? 5 കിലോ സോപ്പ് പൊടിയും വീട്ടിലേക്ക് ആവശ്യമുള്ള പലവ്യഞ്ജന സാധനങ്ങളും അച്ചമ്മയ്ക്ക് ആവശ്യമുള്ള കുങ്കുമപ്പൂവും എല്ലാം കൂടി മാർജിൻ ഫ്രീ ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാം കൂടി മൊത്തത്തിൽ അങ്ങോട്ട് വെളുക്കട്ടെ. ആ, കുടുംബം വെളുപ്പിക്കാതിരുന്നാ മതി. മോളെ, അങ്കിള് വാങ്ങി തന്ന ഉടുപ്പ് എല്ലാവരും ഒന്ന് കാണിച്ചേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കാണിക്കാം. ആ, നോക്കേ, കണ്ടാ? എങ്ങനെയുണ്ട്? നന്നായി പ്രകാശേട്ടാ, സൂപ്പർ സെലക്ഷൻ. അങ്കിൾ എടുത്തതൊരു പച്ച ഫ്രോക്കാ. ഈ ഫ്രോക്ക് ഞാനാ സെലക്ട് ചെയ്തത്. അതെ അതെ, ഇത് മോളാ സെലക്ട് ചെയ്തത്. മോളെ, മോള് മുറി പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റി പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോവാ. എല്ലാവരും ഒന്ന് കാണട്ടെ. അവൾക്ക് ഹുക്ക് അഴിക്കാനും ഇടാനും ഒന്നും അറിയില്ലടാ. വേണ്ട, എനിക്കെല്ലാം അറിയാം. ഞാൻ പോയിട്ട് വരാം. അതാ. ഏയ് പോലെ പോലെ. ഓ, എന്റെ ദൈവമേ. പ്രകാശ, ഇതിന് എത്ര രൂപയായി? 1500 രൂപ. കാശൊന്നും ഞാൻ നോക്കില്ല. നീ കോടീശ്വരന്റെ വീട്ടിൽ വളർന്ന കുട്ടിയല്ലേ? ആ സ്റ്റാറ്റസ് അനുസരിച്ച് കുട്ടിയെ വളർത്തണം. ഇല്ലെങ്കിലേ കുട്ടിയുടെ മാനസിക നിലയെ അത് ബാധിക്കും. ആ, നിനക്കെന്താ മോളെ ഒരു മൂഡ് ഔട്ട് ആകുന്നതാണോ അമ്മേ കുറ്റം?
വന്ദനയുടെ കല്യാണത്തിന് വാങ്ങിയതും വർഷയുടെ കല്യാണത്തിന് വിക്രം വാങ്ങിക്കൊടുത്ത തുണികളും ഒക്കെ അല്ലേ സുചിത്ര ഇത്രയും കാലം ഉപയോഗിച്ചത്. സ്വന്തം ഭർത്താവ് വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സുകളൊക്കെ വേണമെന്ന് അവൾക്കുണ്ടാവില്ലേ മോഹം? അമ്മേ, അങ്ങനെയൊന്നും എന്നെ പറ്റി വിചാരിക്കരുത്. എന്റെ ഭർത്താവ് പണം ഇറക്കി തുടങ്ങിയല്ലോ എന്നുള്ള ഞെട്ടല എനിക്ക്. അത് നിങ്ങൾക്ക് മൂഡ് ഔട്ടായിട്ട് തോന്നിയതേ ഉള്ളൂ. നിനക്ക് മൂഡ് ഔട്ടൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. വിഷമിക്കണ്ട. ഈ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും കൂട്ടി എന്റെ ചെലവില് ഒരു ഷോപ്പിങ്ങിന് നമ്മൾ പോകുന്നു. സന്തോഷായി. ഓനെ പ്രകാശ, എനിക്ക് ചെമ്മരിയാടിന്റെ രോമം കൊണ്ടുണ്ടാക്കിയ ഒരു കമ്പിളിപ്പതപ്പ് മേടിച്ചോണ്ട് താ. നിന്റെ പണം കൊണ്ട് വാങ്ങിയ പുതപ്പ് പുതച്ചു വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. മോനെ, നിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അമ്മ ശ്രമിക്കുകയാണേ. അത് വിജയിച്ചു വരുമ്പോ നീ വീണ്ടും പഴയതുപോലെ ആവരുതേ. ഒരിക്കലുമില്ല. മോളെ ഇങ്ങോട്ട് വന്ന് മോളെ, അച്ഛന്മാർക്ക് എപ്പോഴും ഇഷ്ടം പെൺകുട്ടികളോടാ. അവർക്ക് കണ്ണൊക്കെ എഴുതിച്ച് പൊട്ടൊക്കെ തൊടിവെച്ച് നടക്കാൻ ഏതച്ഛനെ ആഗ്രഹിക്കാത്തത്? പ്രകാശന്റെ ഉള്ളിലും അങ്ങനെ ഒരു അച്ഛനുണ്ട്. അതാ പ്രകാശൻ ദിയമോക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. എനിക്കത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അല്ലേ പ്രകാശ? ഒന്ന് പോച്ചമ്മേ. ഇതിന് പരിഹാരം കാണാൻ നിനക്ക് മാത്രമേ പറ്റൂ. ബാഗിൽ നിന്ന് വീണുപോയ മൊബൈൽ എടുത്തു തന്നത് ശരി തന്നെ. പക്ഷെ പിറകെ നടന്ന് ശല്യം ചെയ്യാനുള്ള ഒരു അവസരമാക്കി അയാൾ അതിനെ മാറ്റി. ഈ ജഗൻ എനിക്ക് വിട്ടുമാറാത്തൊരു തലവേദന തന്നെയാ. എങ്ങനെ ഇതൊന്ന് അവസാനിപ്പിക്കാം? വന്ദനമ്മേ, അമ്മ ഇപ്പൊ വന്നു. ആ, കുറച്ചു നേരമായി. വന്ദനെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി കാത്തു നിന്നതാ. ജഗനൊരു തീരാ ശല്യമാണെന്ന കാര്യം ഇവരോട് പറഞ്ഞാലോ? അത് വേണ്ട. മോള് ഗർഭിണിയാണെന്ന് അറിഞ്ഞ സന്തോഷത്തിലല്ലേ അമ്മ. ഇപ്പൊ ജഗന്റെ സ്വഭാവദോഷം പറഞ്ഞു വേദനിപ്പിക്കുന്നത് ശരിയല്ല. നീ എന്താ മോളെ ആലോചിക്കുന്നേ? ഓഫീസിലെ കാര്യങ്ങൾ ഓർത്തു പോയതാ അമ്മേ. വന്ദനയ്ക്ക് വക്കീൽ ഓഫീസിൽ പണിയായെന്നറിഞ്ഞു. ജോലിയൊക്കെ സുഖാണോ മോളെ? ഒരുവിധം. വക്കീൽ ഓഫീസല്ലേ, സദാ നേരവും കേസും കക്ഷികളും ലോ പോയിന്റ്സ് ഒക്കെ ആയിട്ട് വലിയ തിരക്കാം. ഓ, എല്ലാം പരിചയപ്പെട്ട് വരുന്നത് വരെ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടാവും. പിന്നെ അത് ഏത് ജോലിക്കാ ഇല്ലാത്തത്? കയ്യിലൊരു ഫയലൊക്കെ ഉണ്ടല്ലോ. ഇത് ഓഫീസിലെ ഫയലാ, ഞാൻ പഠിക്കാനായിട്ട് കൊണ്ടുവന്നതാ. അതെ, വക്കീലന്മാരെക്കാളും ലോ പോയിന്റ്സ് ഒക്കെ അറിയാവുന്ന ചില ഗുമസ്തന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്. ഫയലൊക്കെ മനസ്സിരുത്തി പഠിച്ച ചിലപ്പോഴേ ഒരു വക്കീലിന്റെ നിലയിലെത്താം. കുറുപ്പ് സാറ് വന്നില്ലേ അമ്മേ? രാമേശ്വരത്തെ ക്ഷൗരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെയാ. അദ്ദേഹത്തിന് തിരക്കൊഴിഞ്ഞ നേരമില്ല. എങ്കിലും മോൾക്ക് എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് എന്നെ ഏർപ്പാടാക്കിയിരിക്കുക. ഹരിതയുടെ ആരോഗ്യത്തിനും ഭാവിയിലെ സുഖപ്രസവത്തിനും വേണ്ടിയുള്ള ചില മരുന്നുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഇതിലുണ്ട്. സമയാസമയത്ത് ഹരിതയെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമൊന്നും ഈ മനോജിനില്ല. എന്തായാലും മനോജിന് വേണ്ടത്ര തിരക്കുകൾ വേറെ ഉണ്ടമ്മേ. ഹരിത പുളി വേണോന്ന് ആവശ്യപ്പെടുമ്പോ മനോജ് പുളിക്ക് വേണ്ടി പോവും. ഓ,
പുളി വന്നു കഴിഞ്ഞാ എരിവ് വേണോന്ന് പറയും. എരിവ് വന്നു കഴിയുമ്പോഴോ ഹരിത മധുരം വേണോന്ന് പറയും. പാവം മനോജ് നെട്ടോട്ട് ഓടുക. അമ്മ എന്തേ ആലോചിക്കുന്നത്? അല്ല, ഹരിത ഗർഭിണിയായ സന്തോഷവും ബന്ധപ്പാടുകളും ഒക്കെ പങ്കിടാൻ ഇവിടെ ഒത്തിരി പേരുണ്ടല്ലോ. ഞാൻ വസന്തയും പ്രകാശനെയും ഗർഭിണിയായിരുന്ന സമയത്ത് എല്ലാ പെടാപ്പാടുകളും പങ്കിടാൻ മാധവേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നീ പഴയ കാലങ്ങളൊക്കെ ഓർക്കുവാണോ ചന്ദ്രികെ? അങ്ങനെയാണെങ്കിൽ മാധവനെ ഞാൻ ഗർഭിണിയായിരുന്ന കാലത്തെ ചരിത്രമേ എനിക്കും പറയാനുണ്ട്. അയ്യോ, ചതിക്കല്ലേ അച്ഛമ്മേ, എന്നെ അധികം ടെൻഷൻ അടുപ്പിക്കല്ലേ. എനിക്ക് ഇതിലൊന്നും ഒരു രസം തോന്നില്ല വന്ദനമേ. ഈ കഥകളൊക്കെ കേട്ട് രസം പിടിക്കാൻ മോൾക്ക് സമയമായിട്ടില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നല്ലേ പറയുന്നേ. അത് ശ്രീനിവാസൻ അങ്കിള് സിനിമയില് പറയുന്നതാ. എന്നാ ഞാൻ ഇറങ്ങുവാ ചന്ദ്രികാമ്മേ. ദേ, ഹരിതയ്ക്ക് മരുന്ന് കൊടുക്കുന്ന കാര്യം. സുമലതയ്ക്ക് അക്കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. ഹരിതയെ സ്വന്തം മോളെ പോലെയല്ലേ ഞാൻ നോക്കുന്നേ. ഒരുപക്ഷെ ഞങ്ങൾക്കാരും വിട്ടുപോയാലും ഓർമ്മിക്കാൻ മന്ദനെ സുചിത്രയുണ്ട്. ഇനിയിപ്പൊ അതുകൊണ്ടും കാര്യം നടന്നില്ലെങ്കിൽ ഉറക്കെ അലാറം മുഴക്കാൻ ദേ അമ്മയുണ്ട്. ഞാൻ അങ്ങോട്ടാണ് അച്ഛനെ കണ്ട വിശേഷം പറഞ്ഞില്ലേ. എത്ര തിരക്കുണ്ടായാലും ഇങ്ങോട്ട് വന്ന് എന്നെ കാണേണ്ട ഉത്തരവാദിത്വം അച്ഛനുണ്ട്. ഓ, അച്ഛനത് ചെയ്യാത്തതിന്റെ സങ്കടം എനിക്കുണ്ടെന്ന് അമ്മ അച്ഛനോട് പറഞ്ഞേക്കാം. അച്ഛനെയും കൂട്ടി വരാൻ ഞാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാവരോടും തൽക്കാല യാത്ര ചോദിക്കുന്നു. ദിയ മോളെ വാ. ഇറങ്ങട്ടെ. ബൈ ബൈ മോളെ. ബൈ. പ്രകാശങ്ങള് വാങ്ങിത്തന്ന ഫ്രോക്കാ. പ്രകാശങ്ങൾ എനിക്ക് ഐസ്ക്രീമും വാങ്ങി തന്നു. പിന്നെ ദിയമ്മൾക്ക് പലഹാരങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്നുള്ള പ്രകാശേട്ടന്റെ മനമാറ്റത്തിന് പിന്നില് എന്തോ ദുരൂഹതയുണ്ട്. എന്താലോചിക്കുന്ന വന്ദനമേ? ഈ ഫ്രോക്ക് ദിയമോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചതാ. കണ്ടില്ലേ മോളെ, ഇത് ലോകാത്ഭുത. നീ നിൽക്കുമ്പോഴല്ലേ പ്രകാശം ദിയമോളെയും കൊണ്ട് ബൈക്ക് കയറി പോയത്. ഐസ്ക്രീമും ഫ്രോക്കും ഒക്കെ വാങ്ങിക്കൊടുത്തു. ദേ, ഇതവൻ മോൾക്ക് വാങ്ങിക്കൊടുത്ത പലഹാര പാക്കറ്റാ. ഇന്ന് കാക്ക മലർന്നു പറക്കും. പ്രകാശേട്ടന് നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലോ അമ്മേ. കഞ്ഞിയും പച്ചമുളകല്ലേ കഴിച്ചുകൊണ്ടിരുന്നേ. പച്ചമുളകിന്റെ എരിവ് തട്ടിയ മാറ്റമായിരിക്കും. നിന്നെ കടിച്ചു കയറാൻ നടന്ന പുള്ളിയാ പ്രകാശേട്ടൻ. എന്നിട്ട് അയാൾ വിളിച്ചപ്പോ ഒരു നാണല്ലാതെ നീ ചാടിക്കറി പോയതെന്തിനാ? വന്ദനമ്മ പോവല്ലെന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാ. കൊച്ചിനെ വിഷമിപ്പിക്കാതെ. വിഷമിപ്പിക്കുന്നില്ല. എന്റെ മോൾക്ക് സ്വന്തം അമ്മാവൻ വാങ്ങി തന്ന ഗിഫ്റ്റുകളല്ലേ ഇതെല്ലാം. അതെല്ലാം മോൾക്ക് അവകാശപ്പെട്ടതാട്ടോ. നമ്മുടെ സമയം തെളിയാണെന്ന് തോന്നുന്നുണ്ട് മോളെ. ഇന്ന് വിക്രമും കാണാൻ വന്നിരുന്നു. ഇവിടെ വന്നിരുന്നോ? വർഷയെ കൊണ്ടുവന്നില്ലേ? ഇല്ല,
വർഷയ്ക്ക് നല്ല ജോലി തിരക്കാണെന്ന് പറഞ്ഞു. വർഷയ്ക്ക് തിരക്കൊഴിയുമ്പോ അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിക്രം. വർഷയുടെ പേരിൽ പുതിയൊരു കമ്പനി തുടങ്ങാൻ പോവല്ലേ. അതിന്റെ മുഴുവൻ ചുമതലകളും വർഷയ്ക്കാ. അപ്പൊ പിന്നെ ഇടിപിടിന്ന് ഇറങ്ങി വരാൻ പറ്റുമോ അവൾക്ക്? ഞാൻ ആലോചിക്കുക, ഇത്രയേറെ ചുമതലകളും വരുമാനമുള്ള ഒരു സ്ഥാപനം വർഷമോൾക്ക് വേണ്ടായിരുന്നു. അമിത ഭാരങ്ങളും ചുമതലകളും ഒന്നുമില്ലാത്ത നമ്മുടെ വർഷയുണ്ടല്ലോ, തമാശകൾ പറഞ്ഞ് ചിരിച്ച് കളിച്ച് വീട്ടിലെങ്ങും പറന്ന് നടക്കുന്ന നമ്മുടെ വർഷ. ആ വർഷം മതിയായിരുന്നു എനിക്ക്. വിക്രം എന്ന കോടീശ്വരനായ പിശാചനേക്കാൾ ഒരു തെരുവ് തെണ്ടിയോടൊപ്പം കഴിയുന്ന അനിയത്തി മതിയായിരുന്നു എനിക്ക്. ഒരു മനസ്സമാധാനെങ്കിലും കിട്ടിയേനെ. എന്താ മോളെ ഇങ്ങനെ? അമ്മ വർഷയോർത്ത് വിഷമിച്ചപ്പോ ഞാനും വിഷമിച്ചെന്നേ ഉള്ളൂ. എന്റെ കൂടെപ്പിറപ്പല്ലേ അവള്. മോളെ, അവള് വരും നമ്മളെ കാണാൻ. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. കൊടുക്ക. വർഷയെ വിളിക്കുന്നു. എന്റെ കുഞ്ഞിപ്പോ എന്ത് ചെയ്യുന്നു എന്തോ. വേണ്ട, രാത്രിയാണ്. ഈ സമയത്ത് വിക്രം അടുത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. രാവിലെ വിളിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ വലിയ പ്രശ്നമാവും. വന്ദനേച്ചിയുടെ മെസ്സേജ് ആണല്ലോ. ശ്യാം, നീ എവിടെയാ? ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചെന്നോ, കിട്ടുന്നില്ല. മെസ്സേജ് ഇട്ട് ബ്ലൂടിക്ക് വരുന്നതല്ലാതെ നീ റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിക്ക് അർജന്റായി നിന്നോട് സംസാരിക്കണം, അല്ല കാണണം. ഈ മെസ്സേജ് കണ്ട ഉടനെ നീ എന്നെ കോണ്ടാക്ട് ചെയ്യണം. എന്തിനായിരിക്കും വന്ദനേച്ചി എന്നെ കാണണമെന്ന് പറയുന്നത്? വർഷയുടെ കാര്യമാണെങ്കിൽ എന്തായിരിക്കും? എന്തായാലും ഞാൻ വിളിക്കുന്നില്ല. മറക്കാൻ ശ്രമിക്കുന്ന വർഷയുടെ ഓർമ്മകൾ വന്ദനേച്ചി വഴി നീ ഉണർത്തണ്ട.
ഇതുവരെ തിരിച്ചു വിളിച്ചില്ലല്ലോ. ശ്യാമിന് ഇതെന്താ പറ്റിയത്? എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന പയ്യനായിരുന്നു, പിന്നെന്താ അവൻ ഇങ്ങനെ? ഞാൻ അയച്ച വോയിസ് മെസ്സേജ് അവൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും എന്താ അവൻ എന്നെ തിരിച്ചു വിളിക്കാത്തെ? വർഷയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ ഇങ്ങനൊരു മാറ്റം വന്നത്. ചിലപ്പോ വർഷ ഈ വീട്ടിൽ നിന്ന് പോയതോടെ ഈ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവൻ ഉപേക്ഷിച്ചു കാണൂ. അതെ, ഞാനാ വിളിച്ചിരുന്നേ. പിടിച്ചോളൂ. ക്യാഷ് പേ ചെയ്യട്ടോ? ഓക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു. വെൽക്കം.